പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് ധ്യാനിക്കാം. റോമാലേഖനം 14-ാം അധ്യായത്തിൻ്റെ 10-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്: നീ എന്തിന് നിന്റെ സഹോദരനെ വിധിക്കുന്നു? ഇന്ന് ഓരോ മക്കളുടെയും മുഖത്ത് നോക്കിക്കൊണ്ട്, ഓരോ മക്കളുടെയും ചങ്കിലേക്ക് നോക്കിക്കൊണ്ട്, ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ട് ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: മകനെ, മകളെ, നീ എന്തിനാണ് മറ്റുള്ളവരെ വിധിക്കുന്നത്? മറ്റുള്ളവരെ വിധിക്കുവാൻ നിനക്ക് എന്തു യോഗ്യതയുണ്ട്? നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നീ നിന്നെ തന്നെയല്ലേ വിധിക്കുന്നത്? നീ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നീ ക്രിസ്തുവിനെയല്ലേ വിധിക്കുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കണമേ. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഭാമക്കളോടാണ് പറയുന്നത്. സഭയ്ക്ക് പുറത്തുള്ളവർ, രാഷ്ട്രീയക്കാരോ രാഷ്ട്രീയ നേതാക്കന്മാരോ, അവരാരെ വിധിച്ചാലും ആരെ കുറ്റം പറഞ്ഞാലും അതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. നമുക്കത് അറിയേണ്ട കാര്യമില്ല. ആ മേഖല ദൈവം നോക്കിക്കൊള്ളും. എന്നാൽ ഒരു സഭയിലെ മകനെ സംബന്ധിച്ചിടത്തോളം, ഒരു സഭയിലെ മകളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരെ വിധിക്കുവാൻ, സഹോദരങ്ങളെ വിധിക്കുവാൻ എന്താണ് അവന് അധികാരം? നീ എന്തിനാണ് വിധിക്കുന്നത്? ഓരോരുത്തരെയും നോക്കിക്കൊണ്ടാണ് ചോദിക്കുന്നത്. കാരണം സഭയിലെ അംഗമായി മാറ്റപ്പെട്ട ഒരു വ്യക്തി ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അവൻ്റെ ശരീരം ക്രിസ്തുവിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവ് വസിക്കുന്ന ആലയമായി അവൻ്റെ ശരീരം മാറ്റപ്പെട്ട് കഴിഞ്ഞു. ഒരു വ്യക്തിയുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ ആലയമായി മാറ്റപ്പെടുമ്പോൾ ആ വ്യക്തിക്കെതിരെ ഒരു വ്യക്തി വിധിക്കുമ്പോൾ, കുറ്റം വിധിക്കുമ്പോൾ, വിധിച്ചത് ആരെ നോക്കിയാണ്? 2000 വർഷങ്ങൾക്കപ്പുറം പീലാത്തോസിൻ്റെ അങ്കണത്തിൽ വെച്ച് ക്രിസ്തുവിനെ വിധിക്കുവാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ യഹൂദൻ്റെ മനോഭാവമല്ലേ ഇന്നും? ആ പടയാളികളുടെ മനോഭാവമല്ലേ ഇന്നും? അല്ലെങ്കിൽ ആ ഹെറോദോസിൻ്റെയും പീലാത്തോസിൻ്റെയും ഒക്കെ മനോഭാവമാണോ നമ്മുടെ ജീവിതത്തിലുള്ള മനോഭാവമെന്ന് തമ്പുരാൻ്റെ മുമ്പിൽ ഒന്ന് ആത്മപരിശോധന ചെയ്യണമേ. ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്: നീ എന്തിനാണ് നിൻ്റെ സഹോദരനെ വിധിക്കുന്നത്? തുടർന്ന് ചോദിക്കണം: അഥവാ നീ എന്തിന് നിൻ്റെ സഹോദരനെ നിന്ദിക്കുന്നു? നീ എന്തിനാണ് നിൻ്റെ സഹോദരനെ നിന്ദിക്കുന്നത്? യേശുക്രിസ്തുവിനെ പടയാളികൾ നിന്ദിച്ചു. മുൾക്കിരീടം തലയിൽ വെച്ച് കൊടുത്തുകൊണ്ട് നിന്ദിക്കുകയും പരിഹസിക്കുകയും ചെയ്തു. ഇന്നും തിരുസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്നതും ഇത് തന്നെയല്ലേ? തിരുസഭയിലുള്ള മക്കൾ പരസ്പരം നിന്ദിക്കുന്നവരും അപമാനിക്കുന്നവരുമായി മാറ്റപ്പെടുകയല്ലേ ചെയ്യുന്നത്? തിരുസഭ മക്കൾ പരസ്പരം കുറ്റം വിധിക്കുന്നവരായി മാറുന്നു. അതുപോലെ തന്നെ സഭയിലെ മക്കൾ മറ്റുള്ളവരെ നിന്ദിക്കുന്നു. സമ്പന്നൻ സാമ്പത്തികമില്ലാത്തവനെ നിന്ദിക്കുന്നു. പാവപ്പെട്ടവനെ മറ്റുള്ളവരെ നിന്ദിക്കുന്നു. വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ പേരിൽ വിദ്യാഭ്യാസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ നിന്ദിക്കുന്നു. സൗന്ദര്യക്കുറവിൻ്റെ പേരിൽ നിന്ദിക്കുന്നു. കഴിവില്ലായ്മയുടെ പേരിൽ നിന്ദിക്കുന്നു. ചിലപ്പോൾ ചില തിന്മകളൊക്കെ ചിലരുടെ ശിരസിൽ കെട്ടിവെച്ചുകൊണ്ട് അവരെ നിന്ദിക്കുന്നു. ഒരുപക്ഷെ പ്രതികരിക്കാത്ത വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ പ്രതികരിക്കാതെ പോകുന്നവരാണെങ്കിൽ, സകല തിന്മകളും സകല കുറ്റങ്ങളും അവൻ്റെ ചുമലിൽ വെച്ച് കൊടുത്തുകൊണ്ട് അവരെ നിന്ദിക്കുന്നു. ഞാൻ മറ്റുള്ളവരെ നിന്ദിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവത്തിന് മുമ്പിൽ ആത്മപരിശോധന ചെയ്യണമേ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്നലകളിൽ മറ്റുള്ളവരെ നിന്ദിച്ചിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ്റെ മുമ്പിൽ മാപ്പ് ചോദിച്ച് അനുരഞ്ജനപ്പെടണമേ. ദൈവത്തിൻ്റെ അനുഗ്രഹം ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുവാൻ ഇത് വലിയ തടസ്സമായി മാറ്റപ്പെടുന്നു.
ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണെന്ന് പൗലോസ്ലീഹായോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു. കാരണം തിരുസഭ മാമോദിസ സ്വീകരിച്ച മക്കളെ കൊന്നൊടുക്കുവാൻ വേണ്ടി അധികാരപത്രവും വാങ്ങിച്ചുകൊണ്ടുപോയ പൗലോസിനോട് പറഞ്ഞൊരു കാര്യമാണ്. സാവൂളിനോട് പറയുകയാണ്, സാവൂൾ സാവൂൾ, ഇരുമ്പാണിമേൽ തൊഴിക്കുന്നത് നിനക്ക് അപകടമാണ്. ഇന്ന് മാമോദിസ സ്വീകരിച്ച സഭയിലെ മക്കളായി മാറ്റപ്പെട്ട വ്യക്തികളെ നിന്ദിക്കുമ്പോൾ തിരിച്ചറിഞ്ഞോളുക, നിന്റെ ജീവിതത്തിൽ അത് അപകടമാണ്. തുടർന്ന് പറയുകയാണ്, ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരല്ലേ? നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ സകലരും നിൽക്കണം. ഒരു ന്യായവിധിയുണ്ട്, സംശയിക്കൊന്നും വേണ്ട. ഇവിടെ കാശ് കൊടുത്തോ അതല്ല എങ്കിൽ സമ്പത്തിൻ്റെ പേരിലോ മറ്റുള്ളവരെ കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചോ ഒക്കെ ഇവിടെ നമുക്ക് ജീവിച്ചു പോകാം. എന്നാൽ തമ്പുരാൻ്റെ മുമ്പിൽ അവിടെ റെക്കമെൻഡ് ചെയ്യുവാൻ ഒരുത്തരും ഉണ്ടാകത്തില്ല. ഇവിടെ കുറ്റം ചെയ്ത കുറ്റവാളിക്ക് പണം കൊടുത്തോ സ്വാധീനിച്ചോ വക്കീലന്മാരെ വെച്ച് വാദിച്ചുകൊണ്ടോ ഇവനിവിടുന്ന് കേസിന് തലവരാം. എന്നാൽ തമ്പുരാൻ്റെ കോടതിയുടെ മുമ്പിൽ വാദിക്കാൻ ആരും ഉണ്ടാകത്തില്ല. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറഞ്ഞ, നമ്മളെല്ലാവരും സകല മനുഷ്യരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടവരാണല്ലോ. ഇതാണ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടത്. ഈ ചിന്തയോടുകൂടി വേണം നമ്മൾ ഓരോരുത്തരും മുമ്പോട്ട് പോകുവാൻ. ആ ചിന്ത നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമ്പോൾ മറ്റുള്ളവരെ നിന്ദിക്കുകയും അതുപോലെ തന്നെ മറ്റുള്ളവരെ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന ആ മേഖലയിൽ നിന്നും നമുക്ക് മാറ്റമുണ്ടാകും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അവിടുത്തെ തിരുവചനം ഞങ്ങൾ ഓർക്കുന്നു. നീ എന്തിന് നിൻ്റെ സഹോദരനെ നിന്ദിക്കുന്നുവെന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്കും മുഖത്തേക്കും നോക്കിക്കൊണ്ട് ചോദിക്കുന്ന കർത്താവേ, അഥവാ നീ എന്തിന് നിൻ്റെ സഹോദരനെ നിന്ദിക്കുന്നു എന്ന് അവിടുന്ന് ഞങ്ങളോട് ചോദിക്കുന്നുണ്ടല്ലോ. കർത്താവെ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടവരാണല്ലോ. ജീവിതത്തിൽ വന്നുപോയ കുറവുകളെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. കർത്താവെ, സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കണമേ. മറ്റുള്ളവരിൽ അങ്ങയെ ദർശിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.